വിജയന് മമതാ ബാനർജിയെ പേടിയാണോ, അല്ലെങ്കിൽ BJPയെയോ? എന്തുകൊണ്ട് ബംഗാളിൽ എത്തിയില്ല? തെരഞ്ഞെടുപ്പ് ചൂട് അടങ്ങും മുൻപേ 2027 ലക്ഷ്യങ്ങളിലേക്ക് BJP കളം മാറ്റിക്കഴിഞ്ഞു. കേരളം, തമിഴ്നാട്, ബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വലിയ വിജയമാണ് പാർട്ടി ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ഓരോ തെരഞ്ഞെടുപ്പിന്റെയും വിധി നിർണയിക്കപ്പെടുന്നതിന് മുൻപേ അടുത്ത പോരാട്ടത്തിനായുള്ള കരുനീക്കങ്ങൾ ആരംഭിക്കുന്ന BJPയുടെ ഈ ശൈലി രാഷ്ട്രീയ എതിരാളികളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. ദേശീയ അധ്യക്ഷൻ നിതിൻ നവീന്റെ നേതൃത്വത്തിൽ നിർണായക സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ സംഘടനാപരമായ സന്ദർശനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ദക്ഷിണേന്ത്യയിലും കിഴക്കൻ സംസ്ഥാനങ്ങളിലും തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ മൈക്രോ ലെവൽ പ്ലാനിങ്ങുമായി BJP ദേശീയ നേതൃത്വം ഇപ്പോൾ തന്നെ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. വരാനിരിക്കുന്ന പോരാട്ടങ്ങളിൽ ഈ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ ചിത്രം BJPക്ക് അനുകൂലമായി മാറ്റാനുള്ള വലിയ തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. BJPക്ക് കേരളത്തിൽ ഈ തവണ എത്ര സീറ്റുകൾ നിങ്ങൾ പ്രവചിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. 2027 തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടുള്ള BJPയുടെ ഈ മുൻകൂർ നീക്കം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് വിജയങ്ങളെ കേവലം ഒരു നേട്ടമായി കാണുന്നതിനേക്കാൾ ഉപരിയായി തങ്ങളുടെ ആശയപരമായ അടിത്തറ കൂടുതൽ സംസ്ഥാനങ്ങളിൽ വ്യാപിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് പാർട്ടി ഇതിനെ നോക്കിക്കാണുന്നത്. രണ്ട്, ഉത്തർപ്രദേശ്, ഗുജറാത്ത് തുടങ്ങിയ നിർണായക സംസ്ഥാനങ്ങളിൽ ഭരണം നിലനിർത്തുക എന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിയുടെ അപ്രമാദിത്വം തുടരുന്നതിന് അത്യാവശ്യമാണെന്ന് നേതൃത്വം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് BJP കണ്ടുപിടിക്കണമെന്ന് നമ്മൾ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും തന്ത്രപരമായ നീക്കങ്ങൾക്കൊപ്പം ദേശീയ അധ്യക്ഷൻ നിതിൻ നവീന്റെ സജീവമായ ഇടപെടലുകളും പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് വലിയ ഊർജം തന്നെയാണ് നൽകുന്നത്. നിതിൻ നവീൻ ഇതിനോടകം തന്നെ പ്രധാന സംസ്ഥാനങ്ങളിൽ സന്ദർശനം പൂർത്തിയാക്കിയത് സംഘടനാപരമായ അഴിച്ചുപണികൾക്കും പുതിയ പദ്ധതികൾക്കും വേഗത കൂട്ടും. ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാനം അടുത്ത പോരാട്ടത്തിന്റെ തുടക്കമാണ് എന്ന പാർട്ടിയുടെ പ്രഖ്യാപനം വിശ്രമമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ അധികാരം ഉറപ്പിക്കുക എന്ന BJPയുടെ രീതിയെ തന്നെയാണ് ഉയർത്തി കാണിക്കുന്നത്. ഇതാണ് മറ്റു പല പാർട്ടിക്കാർക്കും ഇന്നില്ലാത്തതും. പ്രതിപക്ഷ പാർട്ടികൾ സഖ്യ രൂപീകരണത്തെക്കുറിച്ചും മറ്റ് തന്ത്രങ്ങളെക്കുറിച്ചും ആലോചിച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ കൃത്യമായ പ്ലാനിങ്ങോടെ BJP കളത്തിലിറങ്ങുന്നത് അവർക്ക് വലിയൊരു മുൻതൂക്കം നൽകുന്ന സംഭവമാണ്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലുള്ള വലിയ സംസ്ഥാനങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. പ്രാദേശിക ഘടകങ്ങളെ സജ്ജമാക്കുന്നതിനോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിലും BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ തുടരുന്നതിനിടയിലും ഹിന്ദി ഹൃദയഭൂമിയിലെയും പശ്ചിമ ഇന്ത്യയിലെയും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളലുകൾ വീഴാതിരിക്കാനുള്ള കരുതൽ കൂടിയാണ് ഈ നീക്കങ്ങൾ. വരും മാസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുകയും മണ്ഡലം അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2027 തെരഞ്ഞെടുപ്പുകളെ വെറും ഒരു പോരാട്ടമായിട്ടല്ല, മറിച്ച് തങ്ങളുടെ രാഷ്ട്രീയ മേധാവിത്വം ഊട്ടിയുറപ്പിക്കാനുള്ള വലിയൊരു ദൗത്യമായിട്ട് തന്നെയാണ് BJP ഇപ്പോഴേ നോക്കിക്കാണുന്നത്. BJP മെനയുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളെ കേവലം തെരഞ്ഞെടുപ്പ് വ്യൂഹങ്ങൾക്കപ്പുറം ഓരോ സംസ്ഥാനത്തിന്റെയും സവിശേഷമായ സാമൂഹിക ഘടനയെ മാറ്റിമറിക്കാനുള്ള ദീർഘകാല പദ്ധതികളായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഓരോ സംസ്ഥാനത്തും അവർ പ്രയോഗിക്കാൻ സാധ്യതയുള്ള ചില പ്രധാന നീക്കങ്ങൾ കൂടി നമുക്കിവിടെ പരിശോധിക്കാം. 2027 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ അധികാരം നിലനിർത്താൻ BJP പ്രധാനമായും ലക്ഷ്യമിടുന്നത് ജാതി സമവാക്യങ്ങളിലെ വിള്ളലുകൾ പരിഹരിക്കാനാണ്. പ്രതിപക്ഷത്തിന്റെ PDA, അതായത് പിന്നാക്ക ദളിത് ന്യൂനപക്ഷ ഐക്യത്തെ പ്രതിരോധിക്കാൻ ലാഭാർത്ഥി, അതായത് ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ എന്ന പുതിയ വോട്ട് ബാങ്ക് അവർ ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. വികസനത്തിനൊപ്പം പ്രാദേശികമായ ജാതി വികാരങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ആയുധം. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമായ ഗുജറാത്തിലേക്ക് വരാം. ഗുജറാത്തിൽ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ഭരണകൂടത്തിലും സംഘടനയിലും വൻതോതിലുള്ള അഴിച്ചുപണികൾ നടത്തുക എന്നത് BJPയുടെ സ്ഥിരം ശൈലിയാണ്. 2027 ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കുക വഴി വോട്ടർമാർക്കിടയിൽ ഒരു നവോന്മേഷം നിലനിർത്താൻ സാധിക്കും. പഞ്ചാബിലേക്ക് വരികയാണെങ്കിൽ പഞ്ചാബിൽ സിഖ് സമുദായത്തിനിടയിൽ കടന്നുകയറാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ സിഖ് വിരുദ്ധമല്ലാത്ത പദ്ധതികളും മതപരമായ പരിഗണനകളും അവർ ഉയർത്തി കാണിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം BJP പയറ്റാൻ പോകുന്ന ഏറ്റവും വലിയ തന്ത്രം ക്രൈസ്തവ സമുദായവുമായിട്ടുള്ള അവരുടെ അടുപ്പം തന്നെയാണ്. പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ മാറ്റം വരുത്താൻ സഭാ നേതൃത്വങ്ങളുമായുള്ള ചർച്ചകളും സ്നേഹയാത്രകളും അവർ ശക്തമാക്കും. കൂടാതെ വികസന മുരടിപ്പ് എന്ന ആക്ഷേപം LDFനും UDFനുമെതിരെ ആയുധമാക്കുകയും മെട്രോ റെയിൽ പോലുള്ള വലിയ പദ്ധതികളുടെ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാർ നൽകിക്കൊണ്ട് നഗര കേന്ദ്രീകൃതമായ വോട്ടുകൾ പിടിച്ചെടുക്കാനും അവർ ശ്രമിക്കും.
ഉത്തരാഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഹിന്ദുത്വ അജണ്ടയ്ക്കൊപ്പം ഏകീകൃത സിവിൽ കോഡ് പോലുള്ള നിയമങ്ങൾ നടപ്പിലാക്കിയതിന്റെ നേട്ടം വോട്ടാക്കി മാറ്റാനാണ് ശ്രമം നടക്കുക. ചുരുക്കി പറയുകയാണെങ്കിൽ ഒരിടത്ത് വികസനമാണെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് അത് മതപരമായ വികാരങ്ങളോ അല്ലെങ്കിൽ ജാതി സമവാക്യങ്ങളോ ആയിരിക്കാം. എതിരാളികൾ ചിന്തിച്ചു തുടങ്ങുന്നതിന് മുൻപേ താഴെത്തട്ടിൽ മൈക്രോ മാനേജ്മെന്റ് നടത്തി അധികാരം ഉറപ്പിക്കുക എന്ന കുതന്ത്രവും ഇതിന്റെ ഭാഗം തന്നെയാണ്. വരാനിരിക്കുന്ന മാസങ്ങളിൽ നിർണായകമായ പല രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾക്കും ഈ സംസ്ഥാനങ്ങൾ സാക്ഷ്യം വഹിച്ചേക്കാം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം BJP ഒരുങ്ങുന്നത് ഓപ്പറേഷൻ ലോട്ടസിന് കൂടിയാണ്.